എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ പാർവതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. എൻ്റെ IA1 IA2 എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്ന് ഫ്രീ ആയി. എനിക്ക് ഇന്നൊരു ഹോളിഡേ കിട്ടിയപ്പോൾ ഐ തോട്ട് ടു മേക്ക് എ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് വരുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ അമ്മയുടെ കൂടെ ഉള്ളൊരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ മാംഗോ മിന്റ് റൈത്ത റെസിപ്പി ഒരുപാട് പേര് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉണ്ടാക്കി നോക്കി, എനിക്ക് വീഡിയോസ് അയച്ചു തന്നു, ഫോട്ടോസ് അയച്ചു തന്നു, വോയിസ് മെസ്സേജ് അയച്ചു, മെസ്സേജ് ആയിട്ടൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയെ ഞങ്ങൾ ട്രൈ ചെയ്തു. കാരണം അന്ന് നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അത് കുടിക്കാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ വരുന്നത് ഞാൻ വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ പേര് ഞാൻ കുറച്ച് ആർഭാടപരമായി അത് ഞാൻ പറയുന്നതായിരിക്കും. ക്രീമി പപ്പായ ബോട്ട് പുഡിംഗ്. എന്തൊരു പേരല്ലേ! ആകെ ഒരു 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 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് നിങ്ങൾ ഈ കേട്ടത്. വളരെ വളരെ ഈസിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനുള്ള സാധനങ്ങളൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെ വാങ്ങിക്കണം എന്നുൾപ്പെടെ ഉള്ളത് നിങ്ങളെ പോയി വന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാനും ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോണേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ ഇന്ന് നല്ല ക്രീമി ആയിട്ടുള്ള ചീസ് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി ചീസ് പാസ്ത അല്ല. ഐ മീൻ ഞാൻ കുറച്ച് എന്താ അമൂലിന്റെ ചീസ് സ്പ്രെഡ് ഇല്ലേ, അത് കുറച്ച് ആഡ് ചെയ്തതാണ്. അപ്പൊ കുറച്ചുകൂടെ എന്താ പറയാ, കൺസിസ്റ്റൻസി കൂടും, അത്രേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഷെഫ് ബാസ്ക്കറ്റ് മാക്രോണി പാസ്ത നോ മൈദ. ജോൺ ആൻഡ് സ്മിത്ത് മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചു നേരമായി. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് 1 മിനിറ്റ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിരുന്നു പാലുവിനെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാനില്ലാന്ന്. ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ ഈ ഓഗസ്റ്റ് 1st വീക്കേ നാട്ടിൽ പോവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് പാലുവിനെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ വ്ലോഗ് തുടങ്ങി അന്ന് മുതലുള്ള എനിക്ക് ആഗ്രഹമായിരുന്നു ഇങ്ങനെ സൺസ്ക്രീൻ ഇടുന്നതൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം പുറത്തു പോകാനായിട്ട് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ കാണിക്കുകയാണ്. സൺസ്ക്രീൻ ഇടാതെ എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല. സൺസ്ക്രീൻ ഇപ്പോൾ നമ്മുടെ ദൈവമാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് ആംസ്റ്റർഡാമിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നൊരു സൺസ്ക്രീനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് എന്തായാലും ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് എല്ലായിടത്തും കഴുത്തിലും മുഖത്തും, കഴുത്ത് മറക്കണ്ട കേട്ടോ, അവിടെയും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതോ ഒരു പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ഞാൻ മുടിയൊക്കെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ കാണണ്ട. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ കാണിച്ചത്. പക്ഷെ സൺസ്ക്രീൻ ഒന്നും ഇടാൻ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, കരിഞ്ഞ് ഇരിക്കും. അപ്പൊ അതുകൊണ്ട് സൺസ്ക്രീൻ ഇട്ടോ ഒരു ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്കൊരു ജീവിതമേ ഇല്ല. അപ്പൊ ഞാൻ കടയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് എന്തൊക്കെ നമുക്ക് വാങ്ങിക്കണം എന്നുള്ളത്. ഇത് ആക്ച്വലി എൻ്റെ ഞാൻ ഒറ്റയ്ക്ക് വീട് മാറിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചുള്ള സംഭവമാണ്. കുറെ നോട്ടുകളൊക്കെ എഴുതി വെക്കും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണെങ്കിൽ ഈ ബുക്കിൽ എഴുതിയിട്ട്
അതുകൊണ്ട് ഇതിൽ ഫുൾ അരി, പച്ചക്കറി സാധനം 1/2 കിലോ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, മസാല. അച്ഛാ അച്ഛാ, ഞാനാ മറ്റേ സാധനം ഉണ്ടാക്കാനുള്ള റെസിപ്പി അമ്മയോട് ചോദിക്കാനായിരുന്നു. അമ്മ ഉണ്ടോ അവിടെ? കൊടുക്ക. അമ്മ, എന്തൊക്കെയാ വാങ്ങിക്കണ്ടേന്ന് ഒന്നുകൂടെ ഒന്ന് പറയോ? കപ്പങ്ങ, പപ്പായ, ജലാറ്റിൻ, കണ്ടൻസ് മിൽക്ക്. മിൽക്കിന്റെ ചെറുത് മേടിച്ചാ നീ ഒരാളല്ലേ. വാനില എസൻസ്, പപ്പായ, ജലാറ്റിൻ, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്. അവക്കാഡോ വാങ്ങിക്കണ്ടേ? അവക്കാഡോ അത് പഴുത്ത നല്ലതാണോ നോക്കിയിട്ട് മേടിക്കണം. അവക്കാഡോ മേടിക്കുമ്പോ അത് അതിന്റെ ഉള്ളില് ചിലപ്പോ പച്ചയാണെങ്കിൽ നമ്മൾ മേടിക്കുന്ന നഷ്ടമായി പോകും. അവരോട് ചോദിക്കണം പഴുത്തതാണോന്ന്. മൈ ഹാപ്പി പിൽ. ലിപ്സ്റ്റിക്. അപ്പൊ ഓസിന് നമുക്ക് ഇത് വാങ്ങിക്കാനുള്ള പൈസയും കൂടെ കിട്ടിയിരിക്കണം. വീഡിയോ എടുക്കണമെന്ന് അവർക്കറിയാം. അപ്പൊ ഈ സമയത്ത് ഞാൻ പൈസ വെച്ച് എനിക്ക് തരും. ഇത്രയും സാധനം 1 2 3 4 5 സാധനങ്ങൾ മതി. അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാൻ പപ്പായ തപ്പിയുള്ള യാത്രയിലാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രോളി വണ്ടികളിലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഒരിടത്തും കണ്ടില്ല. ഫൈനലി ഞാൻ മോറിൽ കയറി ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ബോട്ട് പോലത്തെ പപ്പായ കണ്ട് ഞാൻ ഓടിയെത്തിയപ്പോൾ അത് ഫുള്ള് ചീഞ്ഞിരിക്കും. എന്തിനാണ് ഇതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഫുൾ ചീഞ്ഞതാണ്. പിന്നെ ഒരു വലുതുണ്ട്, അത് കേടല്ലായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. ഇപ്പോൾ ഞാൻ ഫൈനലി ഡിമാർട്ട് എത്തി. ഡിമാർട്ടിൽ നിന്ന് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. ഞാൻ അമൂലിൻ്റെ തന്നെ എനിക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടി. അമ്മ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു, ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ഞാൻ ബില്ലൊക്കെ പേ ചെയ്തു. ഞാൻ തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് റൂമിലെത്തി. അയ്യോ, ഈ തല ഇറങ്ങണം. സത്യം പറയാലോ, ഇവിടെ മഴ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചൂടൊക്കെ കുറവായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിങ്ങനെ തലയിൽ വെച്ച് നടന്നിട്ട് പോലും അത്രയ്ക്ക് ചൂടും ഉണ്ട്. അപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് വന്നു. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. നിങ്ങളും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റെഡി ആയിട്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്കിനി എന്തൊക്കെ ഞാൻ വാങ്ങിച്ചു എന്നുള്ളതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഞാനൊരു സ്പൂണ് വാങ്ങിച്ചതാണ്. എനിക്കൊരു ചെറിയ സ്കൂപ്പ് ഉണ്ടാക്കണം ഇതിനകത്ത്. അപ്പൊ അത് മെഷറിംഗ് സ്പൂൺ ആണ് ഇത്. ആക്ച്വലി ഇവിടെ ഡിമാർട്ടില് 85 ആണ്, 79 രൂപീസിന് ഞാൻ വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അവക്കാഡോ, പപ്പായ, നല്ല പഴുത്ത പപ്പായ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ജലാറ്റിൻ ഫുഡ് ഗ്രേഡ്. അടുത്തത് നമുക്ക് അമ്മ പറഞ്ഞത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അമൂലിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സാധനം വാനില എസൻസ്. നാളെയും കൂടെ ഞാൻ കാണിക്കാം. അപ്പൊ അമ്മയുടെ കൂടെ തന്നെ, അമ്മ അടുത്തില്ലെങ്കിലും നമുക്ക് അമ്മയുടെ കൂടെ വീഡിയോ കോൾ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. അമ്മ ഒരു ഹായ് പറഞ്ഞ അവരോട്. അച്ഛനെവിടെ? അച്ഛനെ വിളിക്ക്. ക്രീമി ബോട്ട് പപ്പായ പുഡിംഗ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോ കാണിക്കോ? ശരി എന്നാ, ഞാൻ ഉണ്ടാക്കി തുടങ്ങട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് പുഡിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജലാറ്റിൻ ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ജലാറ്റിൻ നമ്മളെ വെള്ളം ഒഴിച്ച് വെച്ചത് നമുക്ക് ഒരു സൈഡിലേക്ക് ആദ്യം മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ 2 ഫ്രൂട്ട്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്ന് പപ്പായ, എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് പപ്പായ. അതുകൊണ്ടാണ് ഞാൻ
സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിഷ് റെസിപ്പി ചൂസ് ചെയ്യാനുള്ള കാര്യം. നെക്സ്റ്റ് വൺ അവക്കാഡോ ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വെജിറ്റബിൾസും എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, കത്തി ഷാർപ്പായിരിക്കണം കേട്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ട് ചെയ്യാനൊക്കെ. നല്ല പഴുത്ത പപ്പായയാണ്. ഐ എം സോ ഹാപ്പി. അപ്പോ പഴുത്ത പപ്പായ, എനിക്ക് വലിയ പപ്പായ കിട്ടാത്തതിൽ ഭയങ്കര വിഷമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് മാറി. ചെറിയ പപ്പായ ആണെങ്കിലും നല്ല കുഴപ്പമില്ല, പഴുത്തത്. ചെയ്തിരിക്കുകയാണ്, നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ഇപ്പൊ അടുത്തത് നമുക്ക് അവക്കാഡോ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഈ യൂട്യൂബ് വ്ളോഗ്സിലൊക്കെ എന്താ പറയുക അവോക്കാഡോ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം യൂസിങ് അവോക്കാഡോ, സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോ നമ്മുടെ അവക്കാഡോ കട്ട് ചെയ്തു, അതുപോലെ തന്നെ കട്ട് ചെയ്തു, പക്ഷെ പച്ചയാണ്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് പാർട്ടാണ്. പുഡിങ്ങിനുള്ള സംഭവം, അതായത് അതിനകത്തേക്കുള്ള സംഭവം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ചെറിയ സംഭവം നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പൂണൊക്കെ വാങ്ങിച്ചത്. ആക്ച്വലി നമുക്ക് സ്കൂപ്പാണ് വേണ്ടത്, അതായത് ഐസ്ക്രീം സ്കൂപ്പ് ഇല്ല, അതിന്റെ തന്നെ പ്ലാസ്റ്റിക് അല്ല, നമുക്ക് സ്റ്റീലിന്റെ ആണ് വേണ്ടത്, എന്നാലേ കറക്റ്റ് കിട്ടുക. പക്ഷെ എനിക്കത് കിട്ടാതെ കൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത്. എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കണം ഇതിനകത്ത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ സ്പൂണാണ്. ഈ സ്പൂൺ ആകുമ്പോഴത്തേക്കും ഇതിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാവേ. ഇത് ബോൾസ് ആവോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് കിട്ടുന്ന പോലെയൊക്കെ. യെസ്, നമ്മൾ കണ്ട. ഈ ബോൾസ് ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇട്ടാൽ മതിയേ. എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊരു ബോൾ കിട്ടി. എനിക്കിത് അമ്മയെ കാണിക്കണം, ഞാൻ അമ്മയെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ, വീഡിയോ കോള്. നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു അമ്മ അമ്മ എനിക്ക് ബോൾസ് കിട്ടി. അതുപോലെ തന്നെയില്ലേ, നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെയില്ലേ. അപ്പോ നമ്മുടെ പപ്പായ അവോക്കാഡോ നമ്മൾ നന്നായി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതേ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബോട്ട് പോലെ പപ്പായ വന്നിട്ട് അതിനകത്തുള്ള ഫില്ലിംഗ് ആണ് നമുക്കിനി സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ജലാറ്റിൻ നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് അതിനകത്തുള്ള ആ പുഡിംഗ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചില്ലേ നമ്മുടെ ജലാറ്റിൻ, ഞാൻ അവിടെ ഫ്രൂട്ടും കട്ട് ചെയ്ത് അർമാദിച്ച് നിന്നപ്പോൾ ഇതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ കുറച്ച് കട്ടിയായത്. അപ്പോൾ ജലാറ്റിൻ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് ലൂസാക്കി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോ നമ്മുടെ ജലാറ്റിൻ നമ്മള് സിമ്മിലിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മള് ജലാറ്റിനുമായിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിതിനകത്ത് 1 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തു. മറക്കരുത്, സിമ്മിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പുഡിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. സിമ്മിലിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ അത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിക്കേണ്ടത് നമ്മുടെ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ, കണ്ടോ? ഇതിനകത്ത് ഫുള്ള് ഞാൻ ബോൾസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ സ്കൂപ്പ് ചെയ്തതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ചൂടോടുകൂടി തന്നെ ആ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ട് ഐ വിൽ ഷോ യു. കണ്ടോ, നിങ്ങൾ കണ്ടു കാണുമല്ലോ അടുത്ത് നമ്മുടെ ക്രീമി സംഭവം റെഡി ആയി. അപ്പൊ നമ്മുടെ ഒഴിച്ചു വെച്ച ആ പുഡിങ്ങിന്റെ നമ്മൾ ഒരു പാത്രത്തിലാക്കി ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ അവക്കാഡോ നമ്മൾ കഴിക്കാൻ വെച്ചിരിക്കുന്ന അല്ല കേട്ടോ. ഞാനിത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും പോകുന്നത് കൊണ്ട് ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഞാൻ ഇവിടെ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് തന്നെയല്ല നിൽക്കുന്നത്. അപ്പൊ വീട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഐ എം ജസ്റ്റ് കവറിങ് വിത്ത് എ പ്ലേറ്റ്. അപ്പൊ ഞാനൊരു പ്ലേറ്റ് കൊണ്ട് എന്റെ പുഡിങ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ചേച്ചിയുടെ പുഡിങ് ശരിയാവണേ, ചേച്ചിയുടെ പുഡിങ് ശരിയാവണേ. അപ്പോൾ ഫൈനലി ഞാൻ കുറേ നേരം പുഡിങ് പുറത്ത് വെച്ചിട്ട് സെറ്റായി. പക്ഷേ ക്ഷമ ഇല്ലാണ്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്കും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പുഡിങ്. അപ്പോൾ നമ്മൾ പുഡിങ് അറിയാലോ, ഞാൻ ആദ്യം പുഡിങ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. ജലാറ്റിൻ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുഡിങ് എല്ലാം നമ്മൾ ജലാറ്റിൻ യൂസ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആസ് പെർ ഗൂഗിൾ ആൻഡ് ഓൾ എല്ലാം ഒരു 5 or 6 hours ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നാണ്. പക്ഷേ അത്രയൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള നേരം കട്ടിയാവുന്നത് വരെ നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ എൻ്റെത് ഞാൻ നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്നൊരു എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം, അത് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എന്തായാലും എന്താ പറയുക, വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ സെറ്റായിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അത് കുറച്ചുകൂടെ നല്ല ഭംഗിയായി ഇന്നറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് പുഡിങ്. Oh my god, പുഡിങ് റെഡിയായി ഗൈസ്. എനിക്ക് ഒന്നും പറയാനുള്ള ക്ഷമയില്ല. അപ്പൊ പുഡിങ് നല്ല ഭംഗിയായി തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. എനിക്കിനി ഇത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം. സോ ലെറ്റ്സ് സീ. അതിനകത്ത് എന്താ പറയുക, പപ്പായയുടെ സ്ലൈസ് കണ്ടോ? ഐ എം സോ ഹാപ്പി. ഞാൻ അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ അമ്മയൊന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കട്ടെ. അതിന് മുമ്പ് നിങ്ങൾക്കൊന്നത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അമ്മയുടെ സന്തോഷം നോക്ക്. അടിപൊളി അടിപൊളി. അമ്മ അച്ഛനെ വിളിക്ക്. എങ്ങനെയുണ്ട് സാധനം? അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്. തൊണ്ട് കഴിക്കാതെ ഇങ്ങനെ കഴിക്കും, ഇങ്ങനെ കഴിക്കും, ഇങ്ങനെ തൊണ്ട് കഴിക്കാതെ. എന്തിന്റെ ടേസ്റ്റാ?
നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി എൻ്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കാം. അകത്തെ ആ പപ്പായ കണ്ടോ? പാലു പാലു ചേച്ചിയുടെ ഫുഡിങ് കണ്ടോ? ചേച്ചിയുടെ ഫുഡിങ് എങ്ങനെയുണ്ട്? ചേച്ചിയുടെ പുഡിങ് എങ്ങനെയുണ്ട് ബാലു? അപ്പം ഞാൻ എന്താ പറയുക, ഇപ്പം ഇരുട്ടായിരിക്കും, രാത്രി 7 മണിയൊക്കെ ആയി. അപ്പം ഞാനന്ന് അങ്ങോട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് അവർ താമസിക്കുന്നത്, അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഇപ്പൊ ശ്രുതിയുടെയും മാളുവിന്റെയും ആരതിയുടെയും റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടോ നമ്മുടെ വിലമെടുപ്പുള്ള പുഡിങ്. എപ്പോ തുടങ്ങിയെന്നറിയാം ഞാൻ? 2 മണിക്ക്. ക്ലാസ് പോലും എടുത്തിട്ടില്ല. ഇന്ന് കോളേജിൽ ക്ലാസ് ഇല്ലല്ലോ. ആൾക്കാർ വിചാരിക്കും ഞാൻ കോളേജിൽ പോവാട്ട് വ്ളോഗ് എടുക്കാന്നല്ല. എക്സാംസ് ഇങ്ങനെ കടിക്കണേ. ആ, കാരണം തൊലി ഉണ്ട് അതില്. ഇങ്ങനെ ആ നന്നായിട്ട് കടിക്കും ശ്രുതി. ആളൊരു ടോയ്ലറ്റ് പോണം. സത്യസന്ധമായിട്ട് പറ. കൊള്ളില്ല പോട്ടെ. ആ ശരിക്കും ശ്രുതി ആണോ? നന്നായിട്ടുണ്ടോ? എനിക്കിഷ്ടായി. ഞാനാ മറ്റേ കസ്റ്റാർഡ് മിൽക്ക് കുറെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കി വന്നത്. അപ്പൊ എനിക്ക് എത്ര ടേസ്റ്റ്. ആളുടെ ആധികാരികമായ ചോദ്യം മോറിൽ നിന്നാണ് മാഡം. അല്ല, ഡിമാർട്ട്. ഇന്നലെ എത്ര ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറഞ്ഞു കൊടുക്ക്? 3 എണ്ണം. 2 മാസം കൂടുമ്പോ ഉണ്ടല്ലോ. ആരും ഇഞ്ചക്ഷൻ കുത്തിയ പാലും ഇഞ്ചക്ഷൻ കുത്തി. എന്താ ശ്രുതി ഇത് മാത്രം ബാക്കി വെച്ചിരിക്കണം? നീ പാല് ചേച്ചി ഉണ്ടാക്കിയ സാധനം കാണിച്ചു. അത് കണ്ടല്ലോ. എടാ ഇന്നീ കഴിക്കണം. അപ്പൊ ഇന്നത്തെ ഈ പുഡിങ്ങിന്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ്